ഉള്ളത് ചൂരൽമല സ്വദേശി രമേശാണ്. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. നമുക്കറിയാലോ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ജോലി രമേശാണ് ഈ രാത്രി രമേശാണ് ശരിക്കും സുർജിത്ത് അയ്യപ്പത്തിനോട് ഉരുൾപൊട്ടി എന്നുള്ള വിവരം വെളുപ്പിന് വിളിച്ചു പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലേ സുർജിത്ത്? രമേശ് തന്നെ പറയണം. ജൂലൈ 30-ാം തീയതി പുലർച്ചെ 4 മണി സമയത്ത് മനസ്സുകൊണ്ട് മരിച്ച ഒരാളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 20 മിനിറ്റിനോളം ഞാനും എൻ്റെ ഫാമിലിയും ഒരു വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ മരണത്തിനെ മുഖാമുഖം കണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഒരാളാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ നാട്ടുകാർ, സഹപാഠികൾ എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിധി എല്ലാവരെയും കണ്ടപ്പോൾ അതിനേക്കാൾ ഉപരി സന്തോഷം. നമുക്ക് അതിജീവിച്ചേ പറ്റുള്ളൂ. ഫ്ലവേഴ്സും 24 നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. അവർക്ക് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്തേ. അവർക്ക് എല്ലാവർക്കും. രമേശ്, ചൂരൽമലയിലെ രമേശ് യഥാർത്ഥത്തിൽ ഈ ഒരുപാട് പേർക്ക് സഹായഹസ്തവുമായി പോയ ആളാണ് രമേശ് ഒരു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഉരുൾപൊട്ടലിൽ രമേശിൻ്റെ വീട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉപജീവനമാർഗ്ഗം ഒന്നുമില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ടൂറിസ്റ്റുകൾ വരാതെയായി. വയനാടെന്ന് പറഞ്ഞാൽ എന്തോ അപകടം പിടിച്ച സ്ഥലമാണെന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് പരന്നു. അതൊക്കെ നമുക്ക് മാറ്റണം. അങ്ങനെ ധാരണാപശയൊന്നും വേണ്ട. വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല. വയനാട് ജില്ലയിലെ 3 ഗ്രാമങ്ങൾക്ക് മാത്രമാണ് ഈ ദുരന്തമുണ്ടായത്. കുറച്ചധികം ആളുകൾ മരിച്ചുപോയി. ഈ 3 ഗ്രാമങ്ങളിലും 600-ലധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടമായി. എന്നല്ലാതെ വയനാടിൻ്റെ വശ്യ സൗന്ദര്യം അതേ ശക്തിയിൽ നിലനിൽക്കുകയാണെന്ന് ലോകമെമ്പാടുമുള്ള ആളുകളെ നമ്മൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ ചൂരൽമലയിലെ രമേശിന് നമ്മളൊരു 2 വീലർ സഹായമായി കൊടുക്കുകയാണ്. ഈ 2 വീലർ അദ്ദേഹത്തിന് ലഭിക്കും. തീർച്ചയായിട്ടും 2 വീലർ താങ്കൾക്ക് ഞങ്ങൾ കൈമാറും. താങ്ക് യു രമേശ്, താങ്ക് യു.